ഇന്നത്തേക്ക് നല്ല നീര് വെച്ചിന് കേട്ടോ ബേബി. വേനല്ലോ അടിക്കട്ടെ. ഓ ഇല്ലല്ലോ പേടിക്കണം. മൂക്കിലേക്കാ ചളി കയറുന്നേ. ഓക്കെ. ഓ ബൾജ് ചെയ്ത് വന്നു കേട്ടോ ബേബി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാരും അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. അടി ഗൈസ്. ഇപ്പൊ കറളി വീട്ടില് 2 അംഗവൈകല്യക്കാരുണ്ട്. ഒരുത്തി അവിടെ കിടക്കുന്നുണ്ട്, ഒരുത്തിനൊപ്പം കാണിച്ചുതരാം. എന്ത് പറ്റി സഹോ, എന്ത് പറ്റി നിങ്ങൾക്ക്? ആ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? 2 കൈ ഇതാക്കണ വളയാണ്ട് നിവരാണ്ട് നിക്കട്ടെ. 2 ആളെ കൈ ഗൈസ് ഒരു മറ്റേ ബൈസെപ്പ് ചലഞ്ചില്ലേ, 100 എണ്ണം ഇങ്ങനെ ആക്കുന്ന ഒരു ചലഞ്ച് 5 കിലോന്റെ. അത് ചെയ്തതിനു ശേഷം 2 ആളെ കൈ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. അത് നിവരുന്നില്ല. ഒറ്റ കൈ ഉള്ളെങ്കിൽ എന്റെ ബേബി ഇതാക്കുന്ന ഫേസ് കെയർ ഒക്കെ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നോമ്പൊക്കെ കഴിയാനായി, ഇനി പെരുന്നാളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് പെരുന്നാളിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്. കിട്ടുമോന്ന് അറിയില്ല, എനിവേ നമുക്ക് നോക്കാം. കാരണം ഇവൾക്ക് വേണ്ടതും കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്റ്റൈലും സാധനങ്ങളൊക്കെ വേറെ ആണല്ലോ. അപ്പൊ അത് ഇവിടെ കിട്ടുമാറില്ല. എനിവേ നമുക്ക് പോയി നോക്കാം. എനിക്ക് പിന്നെ എന്തായാലും കിട്ടും. കുഞ്ഞോ ലോക്കാ മോളെ ലോക്ക് ചെയ്തിട്ടെന്താ പരിപാടി? ഗൈസ് അപ്പൊ ഒരു അസുലഭ മുഹൂർത്താണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഈ കാറ് കുഞ്ഞുമോൾക്ക് മമ്മി കൊടുക്കുകയാണ്. കൊടുക്കുഞ്ഞാളെ മമ്മി ഇതാക്കണ കൊടുത്തിട്ട് ഇതുവരെ മമ്മി ഇത് ഡ്രൈവ് ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. കുഞ്ഞുമോളെ ഇനി ഈ കാർ നിന്റേതാണ്. ഓക്കെ, ഫുൾ ടൈം പെട്രോൾ ഇപ്പം തന്നെ അടിക്കുക. അപ്പോ ഐശ്വര്യ തുറന്നോ, തുറക്കില്ലെങ്ങനെ അറിയാം. ഒക്കെ പഠിച്ചതല്ല. കേറിട്ട് സ്റ്റാർട്ടാക്കി. ഇതാ മോളെ ഇനി റെഡ് കാറിൽ കുഞ്ഞോളൊരു വെലസ് സ്റ്റാർട്ടായി. എന്റെ മോളെ ഒറ്റയടിക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഫയർ. ഇനി കൂടെ ഇറങ്ങിക്കോ. വാ പോവാ. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ ലുലുള്ള വെസ്റ്റ് സൈഡിലേക്കാണ് പോകാൻ പ്ലാന്. അപ്പോഴാണ് ഓർക്കണേ ഇന്ന് എമ്പുരാന്റെ റിലീസാണ് കേസ്. അപ്പൊ പാർക്കിങ് ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. ഇന്ന് പെടാനുള്ള എല്ലാ ചാൻസും കാണാം. നമുക്ക് പോയി നോക്കാം. എന്തായാലും റോഡിലൊന്നും ഒരുപാട് വണ്ടികളില്ല. ദാറ്റ് മീൻസ് എല്ലാവരും ഇന്ന് തിയേറ്ററുകളിലായിരിക്കും. ഇപ്പൊ കാറിന് കീ തന്നേരെ ഞാനല്ല ഡ്രൈവ് ചെയ്യുന്ന, നീയാണ് ഡ്രൈവ് ചെയ്യുന്നേ. അപ്പൊ പെട്രോളും നീ തന്നെ അടിക്കണം. ബൈ ദ ബൈ നമ്മളിവിടെ കാർ നിർത്തി ബാക്കിൽ തന്നെ നിക്കണ കുഞ്ഞിതാക്കണ മിഷ്ബിഷിന്റെ കാർ. ഇത് ഹോണ്ടാണ്. മിഷ്ബിഷി എന്താ കാറിന്റെ പേരെന്താ? മിക്സിന്റെ കാർ ഗൈസ്. സൗഹൃദകര് ഞങ്ങൾ എങ്ങനെ ലുലു എത്തിയിരിക്കുന്നു. ഞാൻ പിന്നെ പണ്ട് ബാങ്കോക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ മാളും ഈ മാളും കമ്പയർ ചെയ്തിട്ട് ഇവിടെ നിന്നൊന്നും വാങ്ങാൻ തോന്നുന്നില്ല. ഇവർ വാങ്ങിക്കോട്ടെ ഗൈസ്. ഓക്കെ ഗുയിസ് എന്റെ കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഈ സാധനം വാങ്ങണം. നമ്മളെ എയർ പ്യൂരിഫയർ ആണ്. വാങ്ങിയ അടിപൊളിയാവില്ലേ? മിക്സ്ബിഷിയോ? എനിക്ക് മിക്സ്ബിഷി വാങ്ങി തരാം. ഇത് വാങ്ങിയതിനു ശേഷം നമുക്ക് മിക്സ്ബിഷി വാങ്ങാം. ബസ് സൈഡിലെത്തി. എനിക്ക് അവർ കണ്ടുപിടിച്ച ഡ്രസ്സ്. കുഞ്ഞൊരു വിചിത്രമായ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് ഏതാ, ഷർട്ടാണോ പാന്റാണോ? രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആണോ അതോ രണ്ടും കൂടി ഒന്നാണോ നോക്കട്ടോ. ഞാൻ ആ ഊള ഡ്രസ്സിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ച് ഗൈസ്. നീലാവത്ത് അയച്ചിട്ട മാതിരി ഒരുത്തി ഇവിടെ നടക്കുന്ന, ഒരുത്തി അവിടെ നടക്കണം. എന്തെടുക്കണം എന്ന് ഇവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇവിടെ അത് മെൻസ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. അത് മാറ്റി ഇവൾ ഗേൾസ് സെക്ഷൻ ആക്കി. ഇപ്പൊ വെബ് സൈഡ് മൊത്തം ഗേൾസ് ഗൈസ്. നമുക്ക് പറ്റിയ സാധനങ്ങൾ വളരെ കുറവാണ്. ചേടാ നല്ല രസമുണ്ടാവും. കുഞ്ഞ് ഇങ്ങനത്തെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. സീരിയസ്ലി പറഞ്ഞതാ. നിങ്ങൾ 2 ആൾക്കാർ സെയിം സാധനം എടുക്കുക. അൽഫി, നിങ്ങൾ 2 ആൾക്കാർ സെയിം എടുക്കുക. അപ്പൊ പെരുന്നാൾ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ അതല്ല, ഞാനും വൈറ്റ് എടുക്കുക. നമുക്ക് എല്ലാവർക്കും വൈറ്റ് മഴ ആക്കാം. പറ്റണല്ലേ അൽഫി? നമ്മൾ 3 ആളും സെയിം കളർ എടുക്കും. ഓക്കെ ഗൈസ്, എങ്ങനെ ഐഡിയ? നമ്മളെ ഫാമിലി മൊത്തം സെയിം കളർ. വൈറ്റ് ആണ് ഫുൾ വൈറ്റ്, റെഡ് ആണെങ്കിൽ ഫുൾ റെഡ്. അടിപൊളിയായിരിക്കും. നോക്കട്ടെ ഇതിന്റെ റേറ്റ് എത്ര നോക്കട്ടെ. ഓ മൈ ഗോഡ്, 650 ബാത്ത് റുപ്പീസ്. ഞാൻ ബാത്തിലേ പറയാറുള്ളൂ. യു നോ ഐ ആം തായ്ലാൻഡ്, ബാങ്കോക്ക്. ബാത്ത് ചെയ്യാം ഗൈസ്. താങ്ക് യു ഗൈസ്. കുഞ്ഞു തക്കണേ കുട്ടീൻ്റെ പാൻറ് ഇട്ടെടുക്കണ, അഴിഞ്ഞ പാൻറ് ഇട്ടെടുക്കണ കുഞ്ഞ് ഗൈസ്. പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ? ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് ഗൈസ് കാണാൻ. ഇതിന്റെ സൈസ് 2XS ഡബിൾ XS ഗൈസ്. ഓ മോളെ റയറാ ഗൈസ്. കൊള്ളാം ഗൈസ്. സീരിയസ് ആയിട്ട് പറയാണ്, നമ്മ പുറം നാട്ടിലൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒന്നും എടുക്കാന്നല്ല. എമ്മാതിരി കത്ത് റേറ്റ് അറിയോ? അതല്ല 3000 രൂപക്കൊക്കെ ഒരു അല്ലെ, ഭയങ്കര ഓവർ റേറ്റും കളക്ഷനും ഇല്ല ഗൈസ്. നമ്മളിപ്പോ ഒരു സ്കേർട്ടും ടോപ്പും എടുത്തു, പക്ഷെ അതിന്റെ മെറ്റീരിയൽ ഭയങ്കര ഷോക. അതും 3000-4000 റുപ്പീസ്. നമുക്ക്
നമുക്ക് നാട്ടിലത്തെ ജസ്റ്റ് 600 രൂപക്കൊക്കെ H&M-നെക്കാട്ടി നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുക. പക്ഷെ എന്താ അല്ല നമുക്ക് പിന്നെ എത്രയും തോന്നെ ഡ്രസ്സ് ഒരുമിച്ച് അവിടെ നിന്ന് വാങ്ങി പോരാൻ കഴിയില്ലല്ലോ. നമ്മളപ്പോൾ നേരെ ഇനി പാലാരി വട്ടത്തിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ പുതിയ ജയലക്ഷ്മി തുറന്നു കേസ്. ഓക്കെ, അതിന് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ലൈറ്റില്ല കുഞ്ഞുമോളെ മുകളിൽ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന സാധനം. സോ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പുതിയത് തുറന്നാണല്ലോ, അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതിൻ്റെ സ്പെഷ്യൽ എന്തുണ്ടെന്ന് നോക്കാം. പോണ വഴിക്ക് ഒരു വാട്ടർമെലൻ വാങ്ങാൻ പറഞ്ഞ് ചെങ്ങായി ഷോപ്പ് തെറ്റും വലിയ വാട്ടർമെലൻ വാങ്ങി. കുഞ്ഞുങ്ങൾക്ക് വന്നോ ഗേയ്സ്? അപ്പം നമ്മൾ ഇതാക്കണം, നമ്മളെ ജയലക്ഷ്മി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും കൂടി നമ്മൾ നോക്കല്ലേ ബേബി, എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? നമ്മപ്പോൾ ഇതാക്കണം അവിടെ കാറ് പാർക്ക് ചെയ്ത്. കുഞ്ഞു ഫസ്റ്റ് ടൈം അല്ലേ, നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ നീ വരുന്നത്? ഈ എന്തിനാ എനിക്ക്? ഓ നീയല്ലേ കാറിൻ്റെ ഓണറാ, പിടിച്ചോ, ഞാൻ ഡ്രൈവർ, ടാറ്റ. ഗേയ്സ് അപ്പോൾ നമ്മൾ ഇതാക്കണ ജയലക്ഷ്മിയിലെത്തി. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം, കുഞ്ഞു ഭയങ്കര തിരക്കാണ്. കുഞ്ഞിനിപ്പം പോകണമെന്ന് മമ്മിയായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യത്തിൽ ചെറിയൊരു പ്രശ്നം. ലിഫ്റ്റ് കുഞ്ഞോളെ പോവന്നല്ലേ, വാ പോ. പിന്നെ ഷോപ്പിംഗ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഷോപ്പിംഗ് എല്ലാം ക്യാൻസൽ ചെയ്ത് കേസ്. അർജൻറ്റ് കോൾസ് ആൻഡ് മീറ്റിംഗ്സ്. കുഞ്ഞുമോൾസ് ബിസിനസ്, സ്വിഗ്ഗി ബിസിനസ് അല്ല കുഞ്ഞുമോളെ? സ്വിഗ്ഗി ബിസിനസ്സിൽ അർജൻറ്റ് മീറ്റിംഗ്. അപ്പം ഷോപ്പ് വരെ പോകണ്ടെന്ന് ചില ഓർഡേഴ്സ് മാറ്റി കൊടുത്തെന്ന് ഞാൻ കേൾക്കുന്നു. കുഞ്ഞിയാണ് ഇവളാണ് ഓണർ CEO. അപ്പോൾ ഇവളെന്തൊക്കെ പൊട്ടത്തരം ചെയ്തിട്ടാണ് നമ്മളെ കൂടെ വന്നത്. മിക്കവാറും എന്തൊക്കെ പണിയുണ്ട് കേസ്. ഓണാക്കടി വണ്ടി നമ്മളെ കാറാ, സ്വന്തം കാർ അറിയില്ല എനിക്ക്. വാട്ട് ഈസ് ദിസ്? ഓണാക്കിയാൽ മതി. ഓണാക്കിട്ട് പോ. നീ എങ്ങോട്ടാ? നീ ഓണാക്കിട്ട് പോകാനാ പറഞ്ഞത്. പറക്കും തളിക പോലെ നമ്മൾ പറപ്പിച്ച് പോവുകയാണ് ഗൈസ്. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞങ്ങൾ വാട്ടർമെലനായിട്ടാണ് വന്നത്. അവിടെ ഉണ്ട്, അതുമായിട്ടാണ് വന്നത്. എന്ത് കഴിഞ്ഞാൽ ബിസിനസ് കുഞ്ഞാണ് ഇപ്പോൾ സ്വിഗ്ഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പം പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് കോൾസും കാര്യങ്ങളൊക്കെ കുഞ്ഞു ഭയങ്കര എന്താ പറയുക, ഭയങ്കര കുഞ്ഞു ഡ്രൈവിംഗ് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഇവൾക്ക് കൂടെ പോകാൻ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനെന്തെന്ന് മാനുവൽ ഞാൻ പഠിച്ച ആ ഒരു ഷിഫ്റ്റിംഗ് ഞാൻ പഠിച്ച ക്ലച്ചും ബ്രേക്കും അതിന്റെ ഷിഫ്റ്റിംഗ് ഞാൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഓ താങ്കൾ പഠിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് ഇന്ന് മുറ്റത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. അപ്പൊ ഒരു ട്രാഫിക്കിൽ വണ്ടി എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുക? ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ വണ്ടികൾ ചലഞ്ചിങ് ആയിട്ട് എടുത്ത് നീ അത് നിന്റെ കാറല്ലേ? ഫസ്റ്റ് ക്ലച്ചുമ്മ ഞാൻ ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്ടോ, അല്ലെങ്കിൽ പറയാൻ പറ്റത്. ഫസ്റ്റ് നമ്മൾ മുറ്റത്ത് നാട്ട് എടുക്കുന്ന വേറെ കാര്യം. ഒന്ന് പതിയെ പോ. ഓ ക്ലച്ചുമ്മ താങ്ങി എടുക്കുന്നുണ്ടോ കുഞ്ഞോളെ? അതെ കുഞ്ഞു ഓഫായിട്ടൊന്നുമില്ല കേട്ടോ. സംഭവങ്ങൾക്ക് അറിയാം. ഗെയിമും സിമുലേറ്റേഴ്സ് ഒക്കെ ഒരുപാട് ഓടിച്ചോടിച്ച് ഭയങ്കര സംഭവം കേട്ടോ. എന്ത് സ്മൂത്തായിട്ട് എടുത്തു നോക്കിയാ. നമ്മളാണ് ഫസ്റ്റ് ടൈം എടുക്കുമ്പോ കാറ് കണ്ട് നിന്നോല്ലേ. ഓക്കെ, അവിടെ വരെ പോയിട്ട് പിന്നെ റിവേഴ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, റിവേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് എവിടെ പോയി പെട്ടോ മുമ്പോട്ട് ഓടിക്കുക. പക്ഷെ റിവേഴ്സ് ഓടിക്കുമ്പോ നമ്മ സ്മൂത്തായിട്ട് പിടിച്ചല്ലോ, കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. റിവേഴ്സ് ഇട്. ഇത് ഗിയർ പറിച്ചെടുക്കല്ലേ? ഓക്കെ റിവേഴ്സ് പതിയെ എടുത്തോ. ചേട്ടന്മാര് വരില്ല. പതിയെ എടുത്തു. കാല് മല്ല വിട്. അതെ. യെസ് കുഞ്ഞു ഭയങ്കര സീരിയസ് കുഞ്ഞു. എന്തേ ചലഞ്ചിങ് ആണോ കുഞ്ഞോളെ? ഇറങ്ങി മാറ്റി തരണോ? ഭയങ്കര ചലഞ്ചിങ്. കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഓടിക്കുമ്പോ പറയാൻ എന്നോട് എടുത്ത് മാറ്റാൻ വണ്ടിയൊക്കെ. അയൽവാസി വന്നപ്പോ വണ്ടി ഓഫായി പോയി ഗൈസ്. എന്ത് അയൽവാസിന്റെ നാണം കെട്ട് ശരിക്കും. ഇനി ഒരു വട്ടോട് വണ്ടി സ്റ്റാർട്ടായി. അല്ല ഞാൻ ചോദിക്കട്ടെ, 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 2-3 ചോദ്യം. ചുവപ്പ് ലൈറ്റ് കണ്ട എന്താണോ? ബ്ലഡാ? നിർത്തണം. ഓക്കെ, മഞ്ഞ ലൈറ്റ് കണ്ട എന്ത് ചെയ്യണം? സ്ലോ ആക്കണം, കാരണം റെഡ് വരാൻ പോവാണ്. അപ്പോൾ സ്ലോ ആക്കി വെയിറ്റിംഗ് ആണ് യെല്ലോ. ഓക്കെ, ഇതിപ്പോ ഒന്ന് സെക്കൻഡിലേക്ക് ഇട നോക്കട്ടെ. സെക്കൻഡിലേക്ക് ഇടണ്ടേ? സെക്കൻഡിലേക്ക്. സെക്കൻഡ് അതിങ്ങനെ ഫോർത്ത് അല്ലേ വരിക? ഇത് ഫോർത്ത് അല്ലേ? ഇത് സെക്കൻഡ്. ഇത് 4 ആണല്ലോ. അല്ല അതാ
സെക്കൻഡ് സെക്കൻഡ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് അത് തേർഡിലെ കിട്ടാ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഫിഫ്ത്ത് സിക്സ്ത് സിക്സ്ത് ഇല്ല ഇതിൽ നമുക്ക് റിവേഴ്സ് ആണുള്ളത് മോളെ പ്രൊഫഷണൽ ഞാൻ ഗെയിം കളിക്കുന്ന ഫെറാറിയുടെ ഷിഫ്റ്റ് 6-7 കിടുന്നത് ഞാൻ 6-7 ചിലപ്പോ 8 ഇടേണ്ടി വരും ഇപ്പം തന്നെ ഇനി കുഞ്ഞു കാറുകളും കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നേരെ മിനിയിലേക്കാണ് ചാടുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ മാനുവൽ ഡ്രൈവ് ചെയ്യുന്നത് അതിന്റെ ഒരു ഇത് നീ പറ. ഇറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. ഞാൻ നീ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ആദ്യം എടുക്കുമ്പോൾ ചില ഓഫ് ആയി പോകും അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര സ്മൂത്ത് എടുക്കുന്നത്. ആ ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് എടുത്തു, പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റു. ഇതുവരെ എല്ലാം റെഡിയാണ്. ഇനി റോട്ടിൽ ഇറക്കണം, നമുക്ക് ലൈസൻസ് കിട്ടിയിട്ട് അത് ലേണേഴ്സ് ലൈസൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് റോട്ടിലെടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഗ്രൗണ്ടിലൊക്കെ പോയി ചെയ്തൂടെ? ഒന്നും പറ്റില്ല, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കാം, ഇവിടുന്ന് അങ്ങോട്ട് കയറ്റാം. തൽക്കാലം ഇപ്പൊ അത് മതി. ഓക്കെ, പുറത്തിറക്കാം. ഓട്ടോമാറ്റിക് ഒക്കെ ഒരുപാട് ഡ്രൈവ് ചെയ്തു ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ടും ബാക്കോട്ട് എടുത്ത് പഠിച്ചാൽ മതി. ഇത് ഭയങ്കര സീനാണ്. വെരി ഡേഞ്ചറസ്. ഓക്കെ, സോ നാളെ കാണാം. ബൈ ബൈ.